ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. വൃദ്ധി വിശാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ 1.6 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു മോളാണ്. അച്ഛനും അമ്മയും മകളും നല്ല പൊളി തകർപ്പൻ ഡാൻസാണ്. അതിലുപരി ഡബ്ബിംഗ് വീഡിയോ ഒക്കെ ഈ മോള് നല്ല പൊളിയായിട്ട് ചെയ്യും. ഈ ചക്ക തലയ്ക്ക് വീട് കിളി പറന്നു പോയിട്ടുള്ള ചില മരവാഴകൾ ഉണ്ടായിരുന്നല്ലോ സംഘപരിവാറിന്റെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഈ അഖിൽ കോട്ടാത്തലയും അതുപോലെ 2-3 സിനിമാ നടിമാരൊക്കെ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കണ്ട് ഇവിടുത്തെ മലയാളികൾ പൊട്ടിച്ചിരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ വൃദ്ധിമോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കേരളക്കാരെ മൊത്തത്തിൽ വൈറലായി, കേരളക്കാരെ പൊട്ടിച്ചിരിച്ചെന്ന് വേണം പറയാൻ. അത്രയും ഗംഭീരമായ രീതിയിലാണ് ആ മോള് ആ ഒരു വീഡിയോ ചെയ്തത്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു ചിരിയാണ് അല്ലേ. അത് നമ്മൾ ചിലപ്പോൾ ഹാസ്യ രീതിയിൽ നമ്മളതങ്ങ് തള്ളിക്കളയാം. അതിപ്പോൾ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, മറ്റുള്ള ഏത് മേഖലയിൽ നിന്നുള്ള വീഡിയോകൾ എടുത്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമൊക്കെയാണ്. കാരണം അങ്കികളെ കുറിച്ചിട്ട് നമ്മൾ മിണ്ടരുത് പറയരുത് എന്ന് വിചാരിച്ചാൽ ഈ മരമാക്രി നായി ചാണകത്തെണ്ടികൾ നമ്മളെ കൊണ്ട് പറയിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു പരമനാറിയാണ് ഈ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ. ഇവന്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വിഷനിദ്ധമാണ് ഈ വൃത്തികെട്ട നായിന്റെ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. ഈ മോള് ഹാസ്യരൂപേണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2020 കുറെ കൊണാണ്ടർമാരുണ്ടായിരുന്നല്ലോ, ചക്ക പൊക്കിക്കൊണ്ട് നടന്നത് തലയെ വീണ് കിളി പോയിട്ടുള്ള സാധനങ്ങൾ. ഇവന്മാരെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കേരളത്തിലെ ജനങ്ങൾ കണ്ട് ആസ്വദിച്ചു. അപ്പൊ ഇവന് ഇത് കണ്ടപ്പോൾ കുരുപൊട്ടി. അവന്റെ മകളുടെ പ്രായമേ ഈ മോക്കും ഉണ്ടാകത്തുള്ളൂ വൃദ്ധിക്ക്. അപ്പൊ ആ കുഞ്ഞിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു സംഖ്യക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് സംഖ്യ നമ്പ്യ ഊംഫന എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഒരു സംഖ്യയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. വീടിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത വൃത്തികെട്ട ചാണക ഓളികളാണ് ഈ നായ്ക്കൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ മോളുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിന് ഒരു ഹൈന്ദവ സഹോദരൻ തന്നെ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. കേൾക്കാതെ പോരുത്, നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ അവിടെ നിക്കടാ, ഞാനും വരച്ചടാ. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോയുടെ സൃഷ്ടി മോളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബുദ്ധിയിൽ നിന്നായിരിക്കും. മോളുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. സംഭവം ഒരു ക്രിയേറ്റിവിറ്റിയാണ് മോൾ ഉദ്ദേശിച്ചതെങ്കിൽ കുഴപ്പമില്ല. അതിൽ അച്ഛന്റെയോ അമ്മയുടെയോ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവിടെയാണ് കുഴപ്പം. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ആരെ വേണമെങ്കിലും വിമർശിക്കാം. കേരളത്തിലാകുമ്പോൾ മോളിപ്പോൾ പരിഹസിച്ച പ്രസ്ഥാനത്തിനെയും അതിന്റെ സ്ഥാനാർത്ഥികളെയും മോൾക്ക് പരിഹസിക്കാം. അങ്ങനെ പരിഹസിക്കുമ്പോൾ മോൾക്ക് ഇവിടുത്തെ കമ്മി കൊങ്ങി ജിഹാദികളുടെ ഫോളോവേഴ്സ് കിട്ടും, വ്യൂസ് കിട്ടും, നല്ല കമന്റ്സ് കിട്ടും. മോളെ അവർ ചെന്താരകമാക്കി മാറ്റും. മറിച്ച് എന്തെങ്കിലും ഒരു ദിവസം മോൾ ഇതേ തമാശ നാട്ടിലെ ഇടത് വലത് ജിഹാദികൾക്കെതിരെ ചെയ്താൽ അന്ന് മോൾ തിരിച്ചറിയും യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന്. ബിജെപിയെയും ബിജെപിയുടെ സ്ഥാനാർത്ഥിയെയും മോൾക്ക് പരിഹസിക്കാം. മോളുടെ വീടിന് മുന്നിൽ മാഷാ അല്ലാ പതിപ്പിച്ച ഇന്നോവ കാറോ അല്ലെങ്കിൽ മോളുടെ കമന്റ് ബോക്സിൽ ഭീഷണിയോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ മുട്ടയിൽ നിന്ന് വിരിയാത്തതും വിരിഞ്ഞതുമായ ഒരുപാട് പേരുടെ തമാശയും പരിഹാസവും എല്ലാം കേട്ടാണ് ഇന്ന് ഈ പാർട്ടി രാജ്യം ഭരിക്കുന്നത്. അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു തവണ ഈ നാട്ടിലെ ഇടത് വലത് ജിഹാദികൾക്കെതിരെ ഒരൊറ്റ വീഡിയോ മോൾ ചെയ്യാമോ? എന്തായാലും മോളുടെ ഈ വീഡിയോ എനിക്കത്ര സൂചിച്ചില്ല. അപ്പൊ ഈ മരവാണം സംഖ്യ ചാണകത്തിന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സൂചിച്ചില്ലെന്നാ പറഞ്ഞത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് സൂചിച്ചു, അവരങ്ങോട്ട് ആസ്വദിച്ച് അറുമാദിച്ച്. പിന്നെ ജിഹാദികളെ കുറിച്ചിട്ടോ കമ്മികളെ കുറിച്ചിട്ടോ ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ മോക്ക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെയാണ് ഇവൻ ഈ ഒരു വീഡിയോയിൽ വന്നിരുന്നുകൊണ്ട് കൊണയടിച്ചത്. ഇവനോട് പറയാനുള്ളത്, നിന്റെ വീട്ടിലും ഉണ്ടല്ലോ മക്കള്, നീ അവരെ ഇറക്കി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യടാ. ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആര് നിന്റെ അടുത്ത് ചോദിക്കാൻ പറയാൻ? ഈ രാജ്യത്ത് ആരെ കുറിച്ചിട്ട് മാന്യമായ രീതിയിൽ നമുക്ക് വിമർശിക്കാം. എടാ, നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ നിനക്കൊക്കെ ഊത്തലെടുക്കുന്നുള്ളൂ. ഇപ്പൊ കാശ്മീർ സ്റ്റോറി, കാശ്മീർ ഫയല്, കേരള സ്റ്റോറി, അതുപോലെ തന്നെ പുഴ മുതൽ പുഴ വരെ ഇങ്ങനെയുള്ള ചില മുണഞ്ഞ സിനിമകൾ സംഘപരിവാർ സൃഷ്ടിയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കി വിട്ടായിരുന്നല്ലോ. കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിച്ചു. അവർ പുറംകാല് കൊണ്ട് ചവിട്ടി തൂരക്കളഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നിന്റെയൊക്കെ അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ആ കുട്ടിയുടെ അമ്മയും അച്ഛനെയും കുറിച്ചൊക്കെ ഇതിനകത്ത് അവൻ പരാമർശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യക്ക് മാത്രം ഈ ഒരു സംഖ്യയുടെ ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ ഒരു സംഖ്യ എന്താണെന്നുള്ളത് തെളിയിച്ചു തരുന്ന ഒരു വീഡിയോയും കൂടെയാണിത്. ബാക്കിയും കൂടെ നിങ്ങൾ കേൾക്കാതെ പോകരുത്.
നിനക്ക് സുഖിച്ചില്ലെങ്കിൽ നമുക്കെന്താടാ? നിനക്ക് സുഖിച്ചില്ലെങ്കിൽ നീ പോ, നീ ഇറങ്ങി പോടാ. നിന്നെ സുഖിപ്പിക്കാനും നിന്റെ സംഖ്യകളെ സുഖിപ്പിക്കാനാണല്ലോ അവർ വീഡിയോ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ സുഖിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കും വീഡിയോ ചെയ്യാൻ കഴിയില്ലോ. നിങ്ങളെ സുഖിപ്പിച്ചിട്ട് മാത്രമേ ഈ കേരളത്തിൽ വീഡിയോ ചെയ്യാൻ പറ്റൂ അല്ലേ? എടാ, നിനക്ക് കേരളത്തിലെ വീഡിയോ ഒന്നും സുഖിക്കുന്നില്ലെങ്കിൽ നീ നേരെ പോ. നിന്റെ ഉത്തരേന്ത്യ ഉണ്ടല്ല, നീ അവിടെ പോ. നിന്നെ വിമർശിക്കുന്നവരൊക്കെ നീ ഇല്ല പാകിസ്ഥാനിൽ പോകാന്നല്ലോ പറയുന്നത്. അതുകൊണ്ട് നിനക്ക് കേരളം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിന്റെ താണക സ്ഥലമായ ഊപ്പിയിലെ അവിടെ പോ. അവിടെ പോയിട്ട് നിന്നെയൊക്കെ സുഖിപ്പിക്കുന്ന ആൾക്കാരുടെ വീഡിയോ ഉണ്ടാവും, അത് നീ പോയി കാണു. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, ഇതുപോലൊരു വൃത്തികെട്ടവനാ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുക? പക്ഷെ ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോ എടുത്തു വന്നിട്ട് ആരെങ്കിലും ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ റിയാക്ട് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും? ഒന്നാം എല്ലാതെ ഇവന്റെ BJP കാറോ ഇവന്റെ 2020 കാറോ കാണിച്ച് ഏതെങ്കിലും ഒരു നന്മ, ഏതെങ്കിലും ഒരു നല്ല കാര്യം എടുത്തിട്ടാണ് കളിയാക്കിയതെങ്കിൽ ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. അവർ കാണിച്ച പൊട്ടത്തരം അതുപോലെ കാണിച്ചു നീ ഇവനൊക്കെ എന്തിനാണ് കുരുപൊട്ടുന്നത്? ഈ കേരളത്തിൽ നീയും നിന്റെ സംഖ്യകളും പറയുന്ന വീഡിയോ മാത്രമാണോ ഈ കുട്ടിയും ഈ കുട്ടിയുടെ കുടുംബക്കാരൊക്കെ ചെയ്യാൻ പാടുള്ളൂ? അതൊക്കെ മോനെ അങ്ങ് ഊപ്പിയില്ലേ? മോന്റെ സംഖ്യകൾ പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പറ്റൂ, നിങ്ങളെ സംഖ്യകൾ പറഞ്ഞത് മാത്രമേ തിന്നാൻ പറ്റൂ എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ല, അതങ്ങ് ചാണക ഊപ്പിയില്ലേ? കേരളത്തിൽ അത് നടക്കില്ല. അതും പറഞ്ഞുകൊണ്ട് വന്നാ മോനെ നല്ലത് മലയാളിയുടെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടാ. അതുകൊണ്ട് ഷൂനക്കി മാപ്പ് പറഞ്ഞ് നടക്കുന്നവനാ ആരാധിച്ച് നടക്കുന്ന മോനുണ്ടല്ല, ആ പരിപാടി അങ്ങ് ഊപ്പിയിലുണ്ടല്ല, അവിടെ പോയി കാണിച്ചാൽ മതി. ഈ കുട്ടി ഉണ്ടല്ല, ഇനിയും വേണമെങ്കിൽ ഇനിയും ഉണ്ടല്ല നിന്റെ താണക സംഖ്യ, നിന്റെ സംഖ്യ നേതാക്കന്മാരെ കളിയായിക്കൊണ്ട് ഇനിയും വീഡിയോ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്ത് കാണിക്കുക. ഏതായാലും ഈ കുട്ടിയോട് നീയൊക്കെ പറഞ്ഞ വീഡിയോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നിന്നോട് ഞാൻ പറ്റേ നാളെ തൊട്ട് നീടില്ല CPM-നെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പാടില്ല. നിന്റെ സംഖ്യ ഉണ്ടാ സംഖ്യകളെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമേ നീ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ. നീ അങ്ങനെ ചെയ്യോടാ ചാണക സംഖ്യ? അതുകൊണ്ട് ചാണക സംഖ്യ ഉണ്ടല്ല മറ്റുള്ളവർ ഇന്നേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകണ്ടാ. കാരണം അവർക്ക് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നത് നീയോ നിന്റെ തറവാട്ടൊന്നുമല്ല. അവരുണ്ടാക്കുന്ന പൈസക്ക് അവർ ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. നിന്നെപ്പോഴത്തെ ചാണക സംഖ്യ കുരുവട്ടിയാണ്ടല്ല, നമുക്ക് മലയാളികണ്ടല്ല, ഉണ്ടം പൊരിയാണ്. ഈ വേട്ടാവളിന്റെ വൃത്തികേട് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി വൃത്തികേട് ഈ വേട്ടാവളിനെ കുട്ടീനെ പറഞ്ഞിട്ട് അതും കൂടി കേട്ടാഴ്ച നമുക്ക് ഇവന് ബാക്കിയുള്ളതും കൂടി കൊടുക്കാം. മോളുടെ അച്ഛന്റെയോ അമ്മയുടെയോ രാഷ്ട്രീയമാണ് ഇതെന്ന് വ്യക്തമാണ്. മോളെ ഫോളോ ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഈ സ്ഥാനാർത്ഥികളെ വിശ്വസിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. രാഷ്ട്രീയ മര്യാദയ്ക്കപ്പുറമുള്ള ഈ തമാശയ്ക്ക് കൈയടിക്കാൻ എന്തായാലും സാധിക്കില്ല. മോൾക്ക് തമാശ കാണിക്കാനാണെങ്കിൽ ഇവിടുത്തെ ഇടത് വലത് ജിഹാദി ടീമിന്റെ തലതല്ലിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ അയച്ചു തരാം. മോൾക്ക് ഈ ഐഡിയ പറഞ്ഞു തന്ന അച്ഛനോടോ അമ്മയോടോ ചോദിക്കണം, ധൈര്യമുണ്ടോ ഒരൊറ്റ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? തമാശകൾ പ്രായത്തിനനുസരിച്ചാവണം മോളെ, അധികമായാൽ അമൃതും വിഷം എന്നാണ്. എടാ പൊട്ട, ലോക പൊട്ട, നീ നിന്റെ ചാണക സംഖ്യകളും പറയുന്ന വീഡിയോ ചെയ്യാനാണോ ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും അവിടെ ഇരിക്കുന്നത്? നീ ഒന്ന് പോയാട്ടാ, ഊപ്പിയിലേക്ക് അങ്ങനെ ഒന്ന് പോയാട്ടാ. നീ നിന്റെ കയ്യിൽ ഇടത് വളർന്ന ടീമിൽ ഒരുപാട് കോമഡി വീഡിയോ ഉണ്ടെങ്കിൽ നീ ചെയ്തോ. ഇനി നിനക്ക് പറ്റുന്നില്ലേ, നിന്റെ വീട്ടിൽ കുട്ടികളുണ്ടാവല്ലോ, അവരെ കൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യിക്ക്. ഭാരതീയൻ എന്ന ചാണക പൊട്ടൻ സംഖ്യ വേട്ടാവളിയും പറഞ്ഞിട്ടില്ല. അവന്റെ കയ്യിൽ ഒരുപാട് വീഡിയോകളുണ്ട്, അത് ഞാൻ മകൾക്ക് അയച്ചു തരാം. അത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാവോ ഇവിടുത്തെ സംഖ്യകളെ കുറിച്ചിട്ട്, ജിഹാദികളെ കുറിച്ചിട്ട് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്താൽ മകളുടെ വീട്ടിൽ അവർ വരുമെന്നാണ് പറഞ്ഞത്. കുഞ്ഞു കുട്ടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ, വളരെ ഹാസ്യ രീതിയിൽ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ട് കേരളത്തിൽ എല്ലാ ജനങ്ങളും ചിരിച്ചു. സംഖ്യകളടക്കം കൈകൊട്ടി ചിരിച്ച് ഈ കൊച്ചിന് കൊണ്ടുപോയിട്ട് തംബ്ലൈനും കുത്തിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ സംഖ്യകളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ തെമ്മാടിത്തരവും പോക്കൃത്തരവും വിവേചനവും ജാതി വെറിയാണ് ഈ നായ്ക്കൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവനെ പോലുള്ള മരപ്പൊട്ടന്മാർ ഭാരതീയൻ എന്നും പറഞ്ഞുകൊണ്ട് പേരിട്ടുകൊണ്ടിരുന്നിട്ട് ഇതുപോലത്തെ പച്ച വർഗീയത പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തുമ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതും ഈ നാട്ടിലെ മതേതരം കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളാണ്. ഇനി ഈ കുട്ടി ഇനി കമ്മികളെ കുറിച്ചിട്ടോ ജിഹാദികളെ കുറിച്ചിട്ടോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെതും പോസ്റ്റിന്റെ താഴെപ്പോട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകൾ ഇടാനൊന്നും അത്രയും തരം താന്ന് പോയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ, സംഖ്യകൾ ഒഴിച്ചാൽ. കാരണം സംഖ്യ എന്ന് പറയുന്നവൻ്റെ തലയ്ക്കകത്ത് ചാണകമല്ലാതെ മനുഷ്യന്റെ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറല്ല എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ നിനക്കൊക്കെ അണ്ണാക്കിൽ തരുന്ന മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവനെ പോലുള്ള പൊട്ടന്മാരെയൊക്കെ തിരിച്ചറിയുക, ഇവനൊക്കെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും